അവനാത്മാവെ അഗ്നിനാളമായി അഭിഷേകാഗ്നിയായി എഴുന്നള്ളുക. വരിക, വാഴുക. ആത്മാവിൻ മാധുര്യമേ, വെളിവിൻ കതിരേ, ആത്മാവിൻ തണുപ്പേ, ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ, സങ്കീർത്തനങ്ങൾ 29:4. കർത്താവിൻ്റെ സ്വരം ശക്തി നിറഞ്ഞതാണ്, അവിടുത്തെ ശബ്ദം പ്രതാപമുറ്റതാണ്. നമുക്കറിയാം, അലോരസങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങൾ, സ്വരങ്ങളെല്ലാം നമ്മൾ ഉടനെ നെറ്റി ചുളിക്കും, കണ്ണടയ്ക്കും. ഒരു അസഹനീയമായൊരു കാര്യം നമ്മെ വന്ന് പൊതിയുന്നു, മൂടുന്നു എന്നതുപോലെ നമ്മൾ ആ പെരുമാറ്റവും മുഖഭാവവും പിടിക്കും. കാരണം എന്തൊരു ശബ്ദം, തീരെ നമുക്ക് സ്വീകാര്യമല്ല എന്ന് തെളിയിക്കും നമ്മൾ കേൾക്കും. അതേസമയം ഓമനത്വം കലർത്തി അപ്പനോ അമ്മയോ ജീവിത പങ്കാളിയോ നമ്മെ പേരെടുത്ത് വിളിക്കുന്ന ആ സ്വരം, ആ ശബ്ദം നമുക്ക് ഒട്ടും ശല്യമല്ല, പകരം ആകർഷകമാണ്, ഹൃദയത്തിന് മധുരം നൽകുന്നതാണ്. ഓർമ്മയിൽ ആ സ്വരങ്ങളെ വേഗം തിരിച്ചറിയാൻ തക്ക രീതിയിൽ തേൻ പുരട്ടിയതുപോലെ നമ്മൾ സൂക്ഷിച്ചു വയ്ക്കും. സങ്കീർത്തകൻ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് തൻ്റെ പാപത്തിൻ്റെ ഇരുട്ടുകുഴിയിൽ കിടന്ന കാലത്ത് ദൈവത്തെ വെറുത്ത്, ദൈവത്തിൻ്റെ വഴിവിട്ട്, ജഡലോകത്തിൻ്റെ മായാമോഹങ്ങളിൽ മുങ്ങി, ജഡിക പാപത്തിൽ മുങ്ങി, ദൈവത്തെ ഉപേക്ഷിച്ച് ജഡമോഹങ്ങളുടെയും ജഡിക ലോകത്തിൻ്റെ സുഖങ്ങളുടെയും പിന്നാലെ പോയപ്പോഴും തൻ്റെ പിന്നാലെ വന്ന്, മകനെ നീ തിരിച്ചു വരണം, നിന്നെ ഞാൻ ഇസ്രായേലിൻ്റെ രാജാവാക്കി വാഴിച്ചവനാണ് എന്ന ഹൃദയത്തിൽ മന്ത്രിച്ച സ്വരം, ശിക്ഷയുടെയും ശാസനയുടെയും വെറുപ്പിൻ്റെയും വലിയ ക്രോധത്തിൻ്റെയും വാക്കുകളേക്കാൾ ഉപരി പാപമാലിന്യങ്ങളെ കഴുകി ദൈവത്തിൻ്റെ വിശുദ്ധിയിലേക്ക് കലരാൻ ചുവട് വയ്ക്കാവുന്ന ആഹ്വാനം, വാത്സല്യം മുറ്റിയ ആ സ്വരം പ്രതാപമുള്ളതാണെന്ന് പറയും. അതുകൊണ്ടാണ് സങ്കീർത്തകനായ ദാവീദ് കർത്താവിൻ്റെ സ്വരം ശക്തി നിറഞ്ഞതാണ്, അവിടുത്തെ ശബ്ദം പ്രതാപമുറ്റതാണ് എന്ന് പ്രഘോഷിക്കാനിടയായത്. നമ്മൾ നിരാശയിലിരിക്കുമ്പോൾ വീണ്ടും ഒരു പടി കൂടി നിരാശയുടെ കുഴിയിലേക്ക് വഴുതി വീഴാനോ മൂക്കിടിച്ചു വീഴാനോ ഇടയാകുന്ന ഒരുവൻ്റെ സ്വരത്തെ മധുരതരമെന്നോ രക്ഷാകരമെന്നോ പ്രതാപമുറ്റിയതെന്നോ ശക്തി നിറഞ്ഞതെന്നോ നമ്മൾ വിശേഷിപ്പിക്കില്ല. കാരണം നാശത്തിൻ്റെ സ്വരമായിരുന്നു അത്, നിരാശയിലേക്ക് എന്നെ വീഴ്ത്തിയ സ്വരമായിരുന്നു അത് എന്ന് പറയും. പക്ഷേ സങ്കീർത്തകൻ പാപക്കുഴിയിൽ വീണ് കിടക്കുമ്പോൾ രക്ഷയുടെ തീരത്തേക്ക് കൈപിടിച്ചുയർത്തിയ ദൈവത്തിൻ്റെ സ്വരം അത് മാധുര്യമുള്ളതാണ്, ശക്തിയുള്ളതാണ്, പ്രതാപമുറ്റതാണെന്ന് അവൻ പ്രഘോഷിക്കും. നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ അധപതനത്തിൻ്റെ, വേദനയുടെ, നിരാശയുടെ, ഇരുട്ടിൻ്റെ സമയങ്ങളിൽ നാം നൽകുന്ന പ്രത്യാശയുടെ, സ്നേഹത്തിൻ്റെ, ഔദാര്യത്തിൻ്റെ, കരുണയുടെ സ്വരം, ശബ്ദങ്ങൾ അവർക്ക് പറയാനിട വരുത്തും. എന്തെന്നോ, എൻ്റെ സഹോദരൻ്റെ, എൻ്റെ അപ്പച്ചൻ്റെ, എൻ്റെ ഭാര്യയുടെ, എൻ്റെ ഭർത്താവിൻ്റെ, എൻ്റെ മകൻ്റെ, മകളുടെ, അയൽവാസിയുടെ സ്വരം രക്ഷാകരമായ സ്വരമായിരുന്നു, എനിക്ക് ശക്തി പകർന്നതായിരുന്നു എന്ന് പ്രഘോഷിക്കാൻ ശക്തി നൽകും. ഹല്ലേലൂയ, ആവേ മരിയ, ആമേൻ.